അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനിക്ക് ഉപയോഗിച്ച അതേ പദവും അതേപോലെ തന്നെ ചന്ദ്രനിക്ക് അള്ളാഹു ഉപയോഗിച്ച അതേ പദം, ഈ രണ്ടിനും ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ വിശേഷണമായി അള്ളാഹു പറയുന്നത് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഖസീദത്തുൻ നുമാനിയയിലെ 5-ാമത്തെ ബൈത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അന്തല്ലദീ മിൻ നൂരികൽ ബദറു ഖസ വശംസു മുശ്രികത്തും ബിനൂരി ബഹാക. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇതിന് മുമ്പുള്ള 4-ാമത്തെ ബൈത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പടക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു ഒരു മനുഷ്യനെയും ഒരു സൃഷ്ടിപ്പിനെയും അള്ളാഹു പടക്കൂലായിരുന്നു എന്നുള്ള വലിയൊരു ആശയം നമ്മളോട് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ 5-ാമത്തെ ബൈത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് മുത്തുനബിയുമായി നാം പഠിക്കേണ്ട വലിയൊരു ലോകത്തിലേക്കാണ് ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുന്നത്. അതായത് മുത്തുനബിയുടെ നൂർ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നൂർ, അവിടുത്തെ പ്രകാശത്തിനെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ ഇതിൽ സൂചിപ്പിക്കുകയാണ്. അന്ത നബിയെ തങ്ങളാകുന്നത് അല്ലദീ ഒരുത്തരാണ്, എങ്ങനെയുള്ള ഒരുത്തരാണ്, മിന്നൂരിക നിങ്ങളുടെ പ്രകാശം കൊണ്ടാണ്, അൽ ബദുറു ഇവിടെയുള്ള ചന്ദ്രൻ പ്രകാശിക്കുന്നതാവട്ടെ, വശംസു സൂര്യനും മുശ്രികത്തും ബിനൂരി ബഹാക മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാകപ്പെട്ട ആ നൂരിന്റെ അതിന്റെ ബഹുമാനം കൊണ്ടാണ് ഇവിടെയുള്ള സൂര്യനും പ്രകാശിക്കുന്നത്, ചന്ദ്രനും പ്രകാശിക്കുന്നത് എന്നുള്ള വലിയൊരു ആശയം ബഹുമാനപ്പെട്ടവര് നമ്മെ സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ വളരെ പ്രധാനപ്പെട്ട 2 സൃഷ്ടികളാണ്, ഒന്ന് സൂര്യൻ എന്നുള്ളത്, മറ്റൊന്ന് ചന്ദ്രൻ എന്നുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള ബഹുമാനം മനസ്സിലാക്കണമെങ്കിൽ സൂര്യൻ എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രൻ എന്താണെന്ന് പഠിച്ചാലേ നമുക്ക് മുത്തുനബിയുടെ അത്ഭുതം, മുത്തുനബിയുടെ ആ ഗൗരവം മനസ്സിലാവുകയുള്ളൂ. അത്രമാത്രം ഗൗരവമുള്ള, നമ്മുടെ ചിന്തക്ക് വഴങ്ങാത്ത 2 സൃഷ്ടിപ്പുകളാണ് സൂര്യൻ എന്നുള്ളത്, ചന്ദ്രൻ എന്നുള്ളത്. ഈ 2 സൃഷ്ടിപ്പുകളുടെയും പ്രകാശം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്, അവിടത്തെ പ്രകാശം കാരണം കൊണ്ടാണ്, മുത്തുനബിയുടെ പ്രകാശത്തിന്റെ ഒരു അംശം അവരിൽ ഉണ്ടായത് കൊണ്ടാണ് അവർ പ്രകാശിക്കുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ സൂര്യനിക്കും പ്രകാശമില്ല, ചന്ദ്രനിക്കും പ്രകാശമില്ല എന്നുള്ള വലിയൊരു ആശയാണ് ബഹുമാനപ്പെട്ടവര് നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്രമാത്രം വലിയ അത്ഭുതകരമായ ചന്ദ്രന് പോലും മുത്തുനബിയുടെ പ്രകാശത്തിൽ നിന്നാണ് പടക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ മുത്തുനബിയുടെ ബഹുമാനം എന്തുമാത്രം ഗൗരവമാണെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂര്യനെയും ചന്ദ്രനെയും സൂചിപ്പിക്കുന്ന ഒരു സ്ഥലത്ത് വജഅൽനാ ഫീഹാ സിറാജൻ വഖമറൻ മുനീറ, അവിടെ സൂര്യനെ സൂചിപ്പിക്കുന്നത് സിറാജൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടാണ്. എന്നിട്ടോ ഖമർ ഇനി സൂചിപ്പിക്കുന്നത് അല്ലാഹു മുനീറൻ, കത്തിജ്വലിക്കുന്ന സൂര്യനും അതേപോലെ തന്നെ പ്രകാശിക്കുന്ന ഖമർ. വളരെ അത്ഭുതത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനിക്ക് ഉപയോഗിച്ച അതേ പദവും അതേപോലെ തന്നെ ചന്ദ്രനിക്ക് അള്ളാഹു ഉപയോഗിച്ച അതേ പദം, ഈ രണ്ടിനും ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ വിശേഷണമായി അള്ളാഹു പറയുന്നത് കാണാം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. മുത്തുനബിയെ സൂചിപ്പിക്കുകയാണ്. ആയത്തിൽ പറയുന്ന സിറാജും ഈ ആയത്തിൽ പറയുന്ന മുനീർ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് ഇവിടെ സിറാജ് എന്നും മുനീറും എന്ന് ഉപയോഗിച്ചത്. ഈ സിറാജാണ് നേരത്തെ അല്ലാഹു സൂര്യനെ കുറിച്ച് പറഞ്ഞത്. ഈ മുനീർ എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ മനസ്സിലാക്കണം, മുത്തുനബി സൂര്യനുമാണ്, മുത്തുനബി ചന്ദ്രനുമാണ്. അപ്പോൾ സൂര്യനും ചന്ദ്രനുമെല്ലാം മുത്തുനബിയിൽ നിന്നാണ്
അവിടുത്തെ പ്രകാശത്തിൽ നിന്നാണ്. മുത്തനബിയുടെ പ്രകാശത്തിനേക്കാൾ മറികടക്കുന്ന ഒരു സൂര്യനും ഇവിടെയില്ല, ഒരു ചന്ദ്രനുമില്ല എന്നൊരു ആശയം ഖുർആന് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ആശയമാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചത്. അൻതല്ലദീ മിൻ നൂരികൽ ബദ്റു തസാ വശംസു മുശ്രികത്തും ബിനൂരി ബഹാഖാ. സൂര്യനും അതേപോലെ തന്നെ ചന്ദ്രനും, ഈ രണ്ട് സൃഷ്ടികളെ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കൊണ്ടുവരാനുള്ള കാരണം, ഈ രണ്ട് സൃഷ്ടികളും മുത്തുനബിയുടെ പ്രകാശത്തു നിന്നാണെങ്കിൽ വേറൊന്നും പിന്നെ പറയേണ്ടതില്ല. അതിനേക്കാൾ പ്രകാശമുള്ളത് ഇവിടെ വേറൊന്നുമില്ലല്ലോ. അപ്പൊ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഏറ്റവും പ്രകാശിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് സൂര്യനും ചന്ദ്രനും. അതെല്ലാം മുത്തുനബിയുടെ പ്രകാശത്തു നിന്നാണ്. എന്നിട്ട് പിന്നെ വേറൊന്നിനെ കുറിച്ചിട്ട് മുത്തുനബിയിൽ നിന്നാണെന്ന് പറയേണ്ടത് ആവശ്യമില്ലല്ലോ എന്നൊരു വലിയൊരു സൂചനയാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ച 4-ാമത്തെ ബൈത്തിലും 5-ാമത്തെ ബൈത്തിലും ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിച്ചത്, മുത്തുനബിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഒന്നുമില്ല. ഇവിടെ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളെല്ലാം അത് മുത്തുനബിയുടെ പ്രകാശത്തിൽ നിന്നാണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്. മുത്തുനബിയുടെ പ്രകാശമാണെന്നുള്ള വലിയൊരു ആശയമാണ് നമ്മെ പഠിപ്പിച്ചത്. ഇതിലേക്ക് സൂചിപ്പിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഓതുന്ന മൻകൂസ് മൗലിദിലൊക്കെ മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പഠിച്ചപ്പോൾ, അൽഖാ ദാലിക നൂറ ഫീ തുഈനതിഹി ഫഅഹ്ബതനി അല്ലാഹു ഫീ സുൽബി ആദമ ഇലൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിനു മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബിയുടെ പ്രകാശം അല്ലാഹു പഠിച്ചിരുന്നു. ആദം അലൈഹിസ്സലാമിനെ പടക്കലോടുകൂടെ ആ പ്രകാശം ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്ക് അല്ലാഹു ഇട്ടുകൊടുത്തു. എന്നിട്ടോ വജഅലനി ഫിസ്സഫീനത്തി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം, ആ പരിശുദ്ധമാകപ്പെട്ട മുത്തുനബിയുടെ നൂറ് അത് പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിലുമുണ്ടായിരുന്നു. വജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുതുകിലേക്ക് എത്തി. എന്നിട്ടോ ഹീന കുദിബ ബിഹി ഫിന്നാർ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് നമ്രൂദ് ഇടുന്ന സമയത്തും അവിടെ ആ പ്രകാശമുണ്ടായിരുന്നു. അവിടെ മുത്തുനബിയുടെ പ്രകാശം കാരണത്താലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെടാൻ കാരണമെന്നും ഇമാമിയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അങ്ങനെ വലം യസിൽ യൻഖുലിനി റബ്ബി ബിനൽ അസ്നാബിൽ കരീമത്തിൽ ഫഖിറ ഇലൽ അർഹാമി സക്കിയത്തി ത്വഹിറ. അങ്ങനെ പിന്നീട് ശുദ്ധന്മാരായ വലിയ വലിയ അല്ലാഹുവിന്റെ അൻബിയാക്കളുടെ മുതുകിലൂടെ നല്ല പരിശുദ്ധമായ ഉമ്മമാരുടെ ഗർഭാശയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈനി അബവയ്യ വലം യൽതഖിയ അലാ സിഫാഇൻ ഖത്ത്. പിന്നീട് ആ പ്രകാശം ജന്മം കൊണ്ടത് മഹ്ദിയായ ആമിന ഉമ്മ പ്രസവിക്കുമ്പോഴാണ്. ഇതാണ് എല്ലാ ഇമാമിങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടക്കുന്നതിനു മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയുടെ പ്രകാശം പടച്ചിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നമ്മെ 5-ാമത്തെ ബൈത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അൻതല്ലദീ മിൻ നൂരികൽ ബദ്റു തസാ വശംസു മുശ്രികത്തും ബിനൂരി ബഹാഖാ. അല്ലാഹുവിന്റെ സൃഷ്ടികളിലെ വളരെ പ്രധാനപ്പെട്ട സൂര്യനും ചന്ദ്രനും അതെല്ലാം പ്രകാശിക്കുന്നത് മുത്തുനബിയുടെ നൂറ് കൊണ്ടാണ്. അവിടുത്തെ പരിശുദ്ധമായ പ്രകാശം കൊണ്ടാണ്, മുത്തുനബിയുടെ കാര്യം കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും പ്രകാശിക്കുന്നു എന്നുള്ള വലിയൊരു ആശയമാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയെ കുറിച്ച് ഇനിയും ധാരാളം പഠിക്കാൻ അവൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.